ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അൽഫാം മന്തി ഉണ്ടാക്കി നോക്കാം. സോ അതിനായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല. സോ അതൊക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആക്കാനുണ്ട്. സോ ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് വലിയ 2 ചിക്കൻ പീസുകളുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 സ്പൂണ് അൽഫാം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം. സോ അത് എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നന്നായിട്ട് ഇതിലേക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം. സോ അത് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ ഒരു 50 ഗ്രാം തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ടെൻഡറായിട്ട് കിട്ടും നമുക്ക്. ഇനി അതിലേക്ക് ഒരു ഹാഫ് ലെമൺ കൂടെ നമ്മൾ അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്ക് ചിക്കൻ്റെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി വെക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അൽഫാം മസാല ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിന് നമുക്ക് ഒരു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ഏലക്കായ്, കുറച്ച് പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരകമൊക്കെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ പീസുകൾ വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ മസാലയിൽ തന്നെ വെള്ളം ചേർത്ത് വെച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഒരു വിസിൽ കൊടുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് എയർ ഫ്രയറിലേക്ക് നമ്മളൊന്ന് വെച്ചിട്ട് ഒരു 190 ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റ് ഓരോ സൈഡായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 ഗ്ലാസ് മന്തി റൈസാണ് എടുത്തേക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഹാഫ് ക്യാരറ്റ് കൂടെ ഗ്രൈൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മന്തി റൈസ് ചേർക്കുന്നുണ്ട്. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് ഒരു കുക്കറിൽ ഒരു വിസിൽ കൊടുക്കുക. വിസിൽ കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിനെ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എയർ ഫ്രയറിൽ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അതില്ലെങ്കിൽ നമുക്ക് ചാർക്കോൾ ഉള്ളവർക്ക് ചാർക്കോൾ യൂസ് ചെയ്യാം. അപ്പോൾ ചാർക്കോൾ വെച്ചിട്ടായാലും ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മൾ അതില്ലാത്തതുകൊണ്ട് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ചെയ്തു. ഇനി നമുക്ക് മന്തി റൈസ് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളിയും ഉണക്കമുന്തിരിയും ബദാമും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അൽഫാം മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.